വേൾഡ് കപ്പിൻ്റെ മൂന്നാം റൗണ്ടിൽ ഇന്നലെ നടന്ന പോരാട്ടത്തിൽ തുനീഷ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നെതർലാൻഡ് ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരാവുകയായിരുന്നു. മത്സരത്തിൽ മികച്ച പ്രകടനമാണ് നെതർലാൻഡ് ടീം ഒന്നടക്കം കാഴ്ചവെച്ചത്. എടുത്തു പറയേണ്ട പ്രകടനമാണ് ബാർസലോണ സൂപ്പർ താരമായ ഫ്രങ്കി ഡിയോങ് കാഴ്ചവെക്കുന്നത്. മധ്യനിരയെയും ഡിഫൻസിനെയും മുന്നേറ്റ നിരയെയും എല്ലാം ലിങ്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവിടെയും ഈ മത്സരശേഷം ഫ്രങ്കി ഡിയോങ്ങിനോട് തന്റെ മുൻ സഹതാരമായ ലിയോ മെസ്സിയെക്കുറിച്ചും നിലവിൽ മിന്നും പ്രകടനം നടത്തുന്ന അർജന്റീന ടീമിനെക്കുറിച്ചും ചോദിച്ചിരുന്നു. പല വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ശേഷവും അധിക ടീമുകളോടും അർജന്റീനയെക്കുറിച്ചും മെസ്സിയെക്കുറിച്ചും ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ലിയോ മെസ്സിയും അർജന്റീനയും താങ്കളെ അത്ഭുതപ്പെടുത്തിയോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. ഇതിന് ഫ്രങ്കി ഡിയോങ്ങിന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു: ലിയോ മെസ്സിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെസ്സി എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല. അവൻ ലോകത്തിലെ ഏറ്റവും മികച്ച താരമാണ്. ഞാൻ അവനിൽ നിന്ന് അത് പ്രതീക്ഷിച്ചതാണ്. ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ച താരം എന്നെ ഒരിക്കലും അത്ഭുതപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ എപ്പോഴും അത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അർജന്റീനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അർജന്റീനയുടെ മികച്ച പ്രകടനം തന്നെ ഞാൻ കണ്ടു. ഞാനത് പ്രതീക്ഷിച്ചതായിരുന്നു. അവർ നിലവിലെ വേൾഡ് കപ്പ് വിന്നർമാരാണ്. അവർ ആ ക്വാളിറ്റി പുറത്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും സ്ട്രക്ചറായി ഒത്തിണക്കത്തോടെ കളിക്കുന്ന ടീമുകളിലൊന്നാണ് അർജന്റീന. ഈ വേൾഡ് കപ്പിലും അവർ ജേതാക്കളാകാനുള്ള വലിയ സാധ്യത തന്നെയുണ്ട്. ഇങ്ങനെയായിരുന്നു ഹോളണ്ട് സൂപ്പർ താരമായ ഫ്രങ്കി ഡിയോങ്ങിൻ്റെ മറുപടി. ലോകത്തിലെ ഏറ്റവും മികച്ച മധ്യനിര താരങ്ങളിലൊരാളാണ് ഫ്രങ്കി ഡിയോങ്. അദ്ദേഹവും നെതർലാൻഡും മാരക പ്രകടനമാണ് ഈ വേൾഡ് കപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിലൊന്നു കൂടിയാണ് നെതർലാൻഡ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർ അർജന്റീനയോട് ക്വാർട്ടർ ഫൈനലിൽ തോറ്റായിരുന്നു പുറത്തായിരുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകകപ്പിലെ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനിയും കണ്ടുമുട്ടാം.